ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ കോൺസെപ്റ്റ് വിത്ത് പ്രോഡിജി സെഷൻ. എൻ്റെ പേര് ലിജിൻ, ഞാൻ CMA ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ കോൺസെപ്റ്റ് എങ്ങനെയാണ് ജേണൽ എൻട്രി വഴി നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ട്രാൻസാക്ഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ണർ എക്സ് 10,000. ഇത് ക്യാഷ് ബിസിനസ്സിലേക്ക് പാർട്ണർ കൊണ്ടുവന്നതാണ് ഈ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ പറയണത്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ണർ എക്സ് 10,000. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ പറയണത് ക്യാഷ് സെയിൽ റുപ്പീസ് 5,000. സെയിൽ നടന്നിട്ടുണ്ട്, ക്യാഷ് സെയിലാണ് നടന്നത്. ആ 5,000 റുപ്പീസിന്റെ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പറയണത് റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് റുപ്പീസ് 2,000. അത് റെന്റ് പേ ചെയ്തിട്ടുണ്ട് ബിസിനസ്സിന്, ക്യാഷ് ആയിട്ടാണ് നമ്മൾ റെന്റ് പേ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ട്രാൻസാക്ഷൻ പറയണത് മെഷീനറി പെർച്ചേസ്ഡ് ബൈ ക്യാഷ് റുപ്പീസ് 3,000. ഒരു മെഷീനറി പെർച്ചേസ് ചെയ്തിട്ടുണ്ട്, 3,000 രൂപക്കാണ് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഈ 4 ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ജേണൽ എൻട്രീസ് നോക്കും. ഓരോ ട്രാൻസാക്ഷനിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരിക എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ണർ എക്സ്. നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ണർ എക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ജേണൽ എൻട്രി എന്താണ് വരിക? നമുക്ക് ഒന്ന് ജേണൽ എൻട്രി ചെയ്തു നോക്കാം. ഫസ്റ്റത്തെ ജേണൽ എൻട്രി വരിക, നമുക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ണർ എക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2. നമുക്കിവിടെ ക്യാപിറ്റൽ ആണല്ലോ കൊണ്ടുവന്നത്. ക്യാപിറ്റൽ ഒരു ലാബിലിറ്റി ഐറ്റം ആണ്. ക്യാപിറ്റൽ ഒരു ലാബിലിറ്റി ഐറ്റം ആയതുകൊണ്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യും. സോ ഇവിടെ എമൗണ്ട് വരുന്നത് റുപ്പീസ് 10,000 ആണ് എമൗണ്ട് വരിക. ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ 10,000 റുപ്പീസ് എഴുതി. ഇനി ഇതിനെ നമുക്ക് പാരലലി ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏതിലാണോ ആപ്ലിക്കബിൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം. നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് നമുക്കൊരു ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റ് ആയിട്ടാണല്ലോ. ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റ് ആയിട്ടാണ് ക്യാഷ് എന്നുള്ളത്. സോ നമുക്ക് ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, പാർട്ണർ ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് കൂടുമല്ലോ, നമ്മുടെ ക്യാഷ് ഇൻക്രീസ് ആവുമല്ലോ. സോ നമ്മുടെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമുക്ക് 2 കാറ്റഗറി ആണല്ലോ ഉള്ളത്. ഒന്ന് ഫിക്സഡ് അസറ്റും 2 കറണ്ട് അസറ്റും. കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ക്യാഷ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും 10,000. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10,000 അസറ്റ് സൈഡിൽ എഴുതും. അതായത് ക്യാഷ് കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 10,000 എന്ന് എഴുതിയത്. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇവിടെ ഒരു ലെഗ് കൂടെ ഉണ്ടല്ലോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണല്ലോ. നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി ആയിട്ട് ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 10,000 കാണിക്കും. നമ്മൾ 10,000 ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ ഈ ഒരു 2 ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആണല്ലോ. 10,000 ലയബിലിറ്റി സൈഡിലുണ്ട്, 10,000 അസറ്റ് സൈഡിലുണ്ട്. സോ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും ടാലിയാണ്. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാലോ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ക്യാഷ് സെയിൽ റുപ്പീസ് 5,000. ക്യാഷ് സെയിൽ റുപ്പീസ് 5,000 ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ് വരിക? നമ്മളെ രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി ആണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. നമുക്ക് ക്യാഷ് സെയിൽ റുപ്പീസ് 5,000 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ സെയിൽ നടക്കുകയാണല്ലോ ചെയ്തത്. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നിട്ടുണ്ടാവുമല്ലോ. സെയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടാവുമല്ലോ. സോ നമ്മൾ ക്യാഷിന് ഡെബിറ്റ് ചെയ്യണ്ടേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2. സെയിൽസ് ആണല്ലോ, നമ്മുടെ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യണ്ടേ? നമ്മൾ സെയിൽസ് നടന്നിട്ടുണ്ടാകുമ്പോൾ, നമ്മുടെ ബിസിനസ്സിൽ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ സെയിൽസിന് ക്രെഡിറ്റ് ആണല്ലോ ചെയ്യാം. എമൗണ്ട് വരുന്നത് 5,000 ആണ്. സോ ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നുണ്ടോ നോക്കാം. ഓരോ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമ്മൾ ടാലിയാക്കി പോവാണ്. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവുകയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സെയിൽ നടക്കുന്ന സമയത്ത് സെയിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 5,000 എഴുതി. നമ്മൾ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 5,000 എഴുതി.
അത് കൂടാതെ ക്യാഷ് സെയിലാണല്ലോ നടന്നത്. ക്യാഷ് സെയിൽ നടക്കുമ്പോൾ നമ്മുടെ ക്യാഷ് കൂടുമല്ലോ, ക്യാഷ് ഇൻക്രീസ് ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ക്യാഷ് 5000 എന്നും പറഞ്ഞിട്ട് ക്യാഷ് ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു. സോ നമ്മുടെ അസറ്റ് സൈഡ് ഇപ്പോഴും 15,000 ആണ്. അസറ്റ് സൈഡിൽ നമുക്ക് ഇനീഷ്യലി ക്യാപിറ്റൽ വഴി കൊണ്ടുവന്ന 10,000 പിന്നെ സെയിൽ വഴി നമുക്കിപ്പോൾ ബിസിനസ്സിലേക്ക് വന്ന 5,000 കൂട്ടുമ്പോൾ നമ്മുടെ ക്യാഷ് എമൗണ്ട് ടോട്ടൽ 15,000 ആണ്. അതായത് ടോട്ടൽ അസറ്റ് സൈഡ് നമുക്കിപ്പോഴും 15,000 ആണ്. പക്ഷേ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ 10,000 ഉള്ളൂ. ഇതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിന് ടാലി ആവുക? യെസ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവുക എന്നുള്ളത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ 5,000 ഉണ്ടല്ലോ. നമ്മുടെ റവന്യൂ 5,000 ഉണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്, ഇത് ഡെബിറ്റ് സൈഡ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ്. സെയിൽസ് എഴുതിയേക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. സോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാലി ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ നമ്മൾ എക്സ്പെൻസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ സെയിൽസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫിഗർ വരിക 5,000 ആണ്. നമ്മുടെ 5,000 ആണ്. ഈ 5,000 മുഴുവനും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ? കാരണം നമുക്കൊന്നും എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. നമുക്കൊന്നും എക്സ്പെൻസ് വരാത്തത് കൊണ്ട്, എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുഴുവൻ സെയിൽസ് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. സോ ഈ പ്രോഫിറ്റ് ആരുടെ എമൗണ്ടാണ്? നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണ്ടേ? ഈ പ്രോഫിറ്റ് ഓണേഴ്സിന്റെ എമൗണ്ട് അല്ലേ? ഓണേഴ്സിന് അവകാശപ്പെട്ട എമൗണ്ട് അല്ലേ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? സോ നമുക്കിവിടെ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ഈ 5,000 ആഡ് ചെയ്യണ്ടേ പ്രോഫിറ്റ് എന്ന് പറയട്ടെ, അല്ലെ പ്രോഫിറ്റ് ഓർ ലോസ്. ലോസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കാണിക്കും, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കും. സോ നമ്മളിവിടെ 5,000 ആഡ് ചെയ്തു. ഇപ്പം ബാലൻസ് ഷീറ്റ് ടാലി അല്ലേ? 10,000 പ്ലസ് 5,000. ലാബിലിറ്റി സൈഡിൽ 15,000 വന്നു. നമ്മുടെ അസറ്റ് സൈഡിൽ 10,000 പ്ലസ് 5,000 അസറ്റ് സൈഡ് നമുക്ക് ടാലിയായി അല്ലേ? സോ ഈ ട്രാൻസാക്ഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് ₹2,000. എന്താ പറഞ്ഞത്? റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. റെന്റ് ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെന്റ് പേ ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്പെൻസ് ആണ് അല്ലെ? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി എന്താ വരിക നോക്കാം. ഇതിന്റെ ജേണൽ എൻട്രി എന്താ വരിക നോക്കാം. മൂന്നാമത്തെ ജേണൽ എൻട്രി ആണ് റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. സോ റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസിനെ നമ്മൾ എപ്പോഴും ഡെബിറ്റ് അല്ലേ ചെയ്യുക? സോ റെന്റ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മുടെ ക്യാഷ് വെച്ചിട്ടാണല്ലോ നമ്മൾ റെന്റ് പേ ചെയ്തേക്കണേ. ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ റെന്റ് പേ ചെയ്തേക്കണത്. അതുകൊണ്ട് നമ്മുടെ ക്യാഷ് കുറയല്ലോ. സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണ്ടേ? നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെന്റ് പേ ചെയ്തിട്ടുള്ളത്. എമൗണ്ട് 2,000 ആണ് എമൗണ്ട് വരുന്നത്. 2,000 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത്. ഇതല്ലേ ജേണൽ എൻട്രി വരിക? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോ റെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, റെന്റ് നമുക്ക് എക്സ്പെൻസ് ആണ്. നമുക്ക് ഇതിനി ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ റെന്റ് എക്സ്പെൻസ് ആണല്ലോ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് വരേണ്ടത്? ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണല്ലോ റെന്റ് എന്നുള്ളത്. ടു റെന്റ് നമുക്ക് 2,000 ആണ് റെന്റ് വരുന്നത്. നമുക്ക് നേരത്തെ പോസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം നമ്മുടെ പ്രോഫിറ്റിന് ചേഞ്ച് ആവും, നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്യണം. റെന്റ് ഇവിടെ 2,000 വന്നു. ഇനി ക്യാഷ് കുറയണ്ടേ? നമ്മൾ എങ്ങനെയാ പേ ചെയ്തത്? റെന്റ് എങ്ങനെയാ പേ ചെയ്തത്? ക്യാഷ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ റെന്റ് പേ ചെയ്തത്? റെന്റ് പേ ചെയ്ത് ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെന്റ് പേ ചെയ്തത്. സോ അത്രയും കണ്ട് ക്യാഷ് കുറയണല്ലോ. സോ ക്യാഷ് കുറയാൻ മീൻസ് അത് എവിടുന്നാ കുറയാം? നമ്മുടെ കറണ്ട് അസറ്റില്, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡില് കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ ക്യാഷ് എന്ന് പറഞ്ഞ ഹെഡിന്ന് നമ്മൾ 2,000 കുറയണ്ടേ? യെസ്, നമുക്ക് ഇവിടെ 2,000 കുറക്കാം. ഇവിടെ 2,000 കുറയണം. ഞാൻ ഒന്നുകൂടെ ഇവിടെ മായ്ച്ചിട്ട് ഒന്നുകൂടെ എഴുതുകയാണ്. നമുക്കിവിടെ ടോട്ടൽ ഇപ്പോഴും 15,000 ആണ് ഉള്ളത്. സ്പേസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ റിമൂവ് ചെയ്ത് എഴുതുകയാണ്. നമ്മുടെ 15,000 ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 2,000 കുറക്കണ്ടേ? 2,000 നമ്മളിവിടെ കുറക്കുകയാണ്. സോ ഇവിടെ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും എത്രയുള്ളത്? 15,000 2,000 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടല്, അസറ്റ് സൈഡിന്റെ ടോട്ടൽ വരുന്നത് 13,000 ആണ്. ലാബിലിറ്റി സൈഡിലോ? ലാബിലിറ്റി സൈഡിൽ നമുക്കിപ്പോൾ ഇപ്പോഴും 15,000 ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആവോ? ടാലി ആവില്ല. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് റീപോസ്റ്റ് ചെയ്ത് നോക്കിയാലോ? പ്രോഫിറ്റിനെ നമ്മൾ റീപോസ്റ്റ് ചെയ്യേണ്ടത് നേരത്തെ 5,000 ആയിരുന്നു. ആ 5,000 ഇനി ചേഞ്ച് ആവുമല്ലോ, പ്രോഫിറ്റ് മാറുമല്ലോ.
നമുക്ക് പ്രോഫിറ്റ് ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ സെയിൽസ് 5000 ആണ്. സെയിൽസ് 5000 ആണ്. നമുക്കിപ്പോ എക്സ്പെൻസ് വന്നുല്ലോ. നമുക്ക് റെന്റ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പെൻസ് വന്നു. സോ 5000 നമ്മൾ 2000 കുറക്കണ്ടേ? നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5000 ആണ്. അതിൽ നിന്ന് 2000 കുറച്ചിട്ടാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 3000 ആണല്ലോ നമ്മുടെ പ്രോഫിറ്റ്. 3000 ആണ് നമുക്ക് പ്രോഫിറ്റ് വരിക, അല്ലെ? സോ ഈ 3000 നമ്മൾ അഗൈൻ റീപോസ്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ഈ വന്ന 3000 നമ്മളിവിടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ ഇപ്പം ബാലൻസ് ഷീറ്റ് ടാലി ആണല്ലോ, 13,000 ആണല്ലോ നമുക്ക് വരുന്നത്. ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ് അസറ്റ് സൈഡ് 13,000 വരുന്നുണ്ട്, അല്ലേ? യെസ്. നമുക്കിനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഈ ഒരു ട്രാൻസാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. യെസ്. അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് മെഷീനറി പെർച്ചേസ്ഡ് ബൈ ക്യാഷ് ₹3000. എന്താ പറഞ്ഞേക്കണേ? ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മെഷീനറി എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണല്ലോ. അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തുപയോഗിച്ചിട്ടാ? ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഫസ്റ്റ് നമ്മൾ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്ത് നോക്കാം. 4 മെഷീനറി പെർച്ചേസ്ഡ് ബൈ ക്യാഷ്. സോ മെഷീനറി അസറ്റ് ആണല്ലോ. അസറ്റിനെ എപ്പോഴും നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യാം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 2. നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ടാണല്ലോ മെഷീനറി വാങ്ങിച്ചത്. അപ്പൊ നമ്മുടെ ക്യാഷ് കുറയണല്ലോ. ക്യാഷ് കുറയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എത്രയായിരുന്നു എമൗണ്ട്? നമ്മുടെ എമൗണ്ട് വരുന്നത് 3000. 3000 ആണ് നമ്മുടെ മെഷീനറിയുടെ എമൗണ്ട് വരുന്നത്. സോ നമുക്ക് 3000 ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. 3000 ഡെബിറ്റ് സൈഡിലും വരും, ക്രെഡിറ്റ് സൈഡിലും വരും. സോ ജേർണൽ എൻട്രി ക്ലിയർ ആണല്ലോ. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് നമ്മുടെ ജേർണൽ എൻട്രി വരിക. ഇനി ഇതിനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത് നോക്കാം. നമ്മുടെ മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ടാണല്ലോ. നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണല്ലോ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെഷീനറി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. സോ രണ്ടും ബാലൻസ് ഷീറ്റ് ആയിട്ടാണല്ലോ. സോ രണ്ടും നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ്. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി പെർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോഴേ നമ്മുടെ മെഷീനറി കൂടുകയാണല്ലോ ചെയ്തത്, ഫിക്സഡ് അസറ്റ് കൂടുകയാണല്ലോ ചെയ്തത്. സോ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ മെഷീനറി അഡീഷണൽ ആയിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അഡീഷണൽ ആയിട്ട് കാണിക്കണം. മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? മെഷീനറി 3000. നമ്മൾ മെഷീനറി 3000 അസറ്റ് സൈഡിൽ കാണിച്ചു. ഇനി നമ്മുടെ ക്യാഷ് കുറയാണല്ലോ ചെയ്തത്. മെഷീനറി പെർച്ചേസ്ഡ് ബൈ ക്യാഷ് ആണല്ലോ. സോ അത്രയും കണ്ട് ക്യാഷ് നമുക്ക് കുറയില്ലേ? 3000 നമുക്ക് കുറയല്ലോ ക്യാഷ്. സോ നമ്മൾ 3000 നമ്മൾ കുറച്ച് ക്യാഷ് നിന്ന് കുറച്ച് കാണിക്കണം. 3000 കൂടെ ക്യാഷ് നിന്ന് കുറയാണെങ്കിൽ നമ്മൾ നേരത്തെ 15,000 ആയിരുന്നു. അതിൽ നിന്ന് 2000 നമ്മൾ റെന്റ് പേ ചെയ്തു. അത് കഴിഞ്ഞ് 3000 നമ്മൾ മെഷീനറിക്ക് വേണ്ടിയിട്ട് പേ ചെയ്തു. സോ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ക്യാഷിന്റെ എമൗണ്ട് എത്രയാണ്? 15,000 2000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 13,000. അതിൽ നിന്ന് 3,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നെറ്റ് ക്യാഷ് ഉള്ളത് 10,000 ആണ്, അല്ലെ? നെറ്റ് ക്യാഷ് ഉള്ളത് നമുക്ക് 10,000 ആണ്. നമ്മുടെ നെറ്റ് ക്യാഷ് 10,000 ആണ് നമ്മുടെ നെറ്റ് ക്യാഷ്. സോ ഞാൻ റിമൂവ് ചെയ്യാണ്. യെസ്. നമുക്ക് അസറ്റ് സൈഡ് ഇപ്പോഴ് 13,000 ആണുള്ളത്. ലാബിലിറ്റി സൈഡ് നമുക്ക് 13,000 ആണല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിനുശേഷം വേറെ ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ലല്ലോ. സോ നമ്മുടെ പ്രോഫിറ്റ് 3,000 ആയിരുന്നു. ആ പ്രോഫിറ്റ് നമ്മൾ ഇവിടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ലാബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എത്രയാണ് ഇപ്പോഴേ? ഇവിടെ ലാബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? 13,000 ആണ് നമ്മുടെ ലാബിലിറ്റി സൈഡിന്റെ ടോട്ടൽ വരിക. സോ ലാബിലിറ്റി സൈഡ് 13,000, അസറ്റ് സൈഡും 13,000 ആണല്ലോ. അസറ്റ് സൈഡും 13,000 ആണല്ലോ. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലേ? ബാലൻസ് ഷീറ്റ് ടാലി ആയി. സോ ഈ 4 ട്രാൻസാക്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. എങ്ങനെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കാന്നാണ് പഠിച്ചത്. ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.